ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ കല്യാണ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ, എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ച് വെക്കാം. ഒത്തിരി ചെറുതാക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അളവ് കുറച്ച് ചേർത്താൽ മതി. കുറച്ച് നാരങ്ങ നീര് ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് ഈ മസാല പുരട്ടി വെക്കണം. ഇതൊരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും നല്ലതാണ്, നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി നമുക്ക് ഗരം മസാല പൗഡർ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഗരം മസാല പൗഡർ വെച്ച് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. വീട്ടിൽ തന്നെ ഗരം മസാല പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ ഏലക്ക, ഒരു 3 കഷ്ണം പട്ട, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ ഏലക്കയുടെ നിറമൊക്കെ മാറി പുറമേ ചെറിയൊരു ബ്രൗൺ കളർ വരണം. പിന്നെ നല്ലൊരു മണവും വരും. ഇതുപോലെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് 6 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്ത് വീണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ പെരുംജീരകം നല്ലൊരു ഗോൾഡൻ കളറിൽ ആവണം. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലൊരു ഗോൾഡൻ കളറിൽ നല്ല മണം വരണം. ഇതുപോലെ ആവണം. അത് വളരെ പ്രധാനമാണ് കേട്ടോ. ഇത് നമ്മൾ വെറുതെ ഈ മസാലകളെല്ലാം കൂടി പൊടിച്ചെടുത്താലും ഈ ഗരം മസാലയ്ക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടത്തില്ല. ഇത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ ആയിരിക്കും. ഇത് ചേർത്താൽ മാത്രമേ ടേസ്റ്റ് ശരിയാവത്തുള്ളൂ. പിന്നെ ഇതിനകത്തുനിന്ന് ഒരു 2-3 ടീസ്പൂൺ മതി നമുക്ക് റോസ്റ്റിൽ ചേർക്കാനായിട്ട്. ബാക്കിയുള്ളത് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് വേറെ കറികളിലൊക്കെ യൂസ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 2 സൈഡും നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഒത്തിരി അങ്ങ് ചിക്കൻ ഫ്രൈ ആയി കട്ടിയായി പോകരുത്. നമ്മൾ കഴിക്കുമ്പം ചിക്കൻ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞൊരു ബ്രൗൺ കളർ വരണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കറിയിൽ ഇട്ട് വേവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ചിക്കൻ ആവശ്യത്തിന് വെന്തോളും. ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ് കേട്ടോ, കൂടുതൽ എണ്ണ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ഫുൾ ചിക്കനും അതിൽ തന്നെയാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് ബാക്കി മാറ്റാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 വലിയ കഷ്ണം പട്ടയും ഒരു 4-5 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഒരു 3 വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. എണ്ണയുടെ ബ്രൗൺ കളറാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ചിക്കൻ്റെ കുറച്ച് ആ പൊടിയൊക്കെ കിടന്നിട്ട് ഒരു ബ്രൗൺ കളറ് നന്നായിട്ട് വരുന്നതാണ്. അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ മസാല ഉണ്ടാക്കുന്നത്, അതും കൂടി ചേർത്ത് തന്നെ മസാല ഉണ്ടാക്കുന്നതാണ് നല്ലത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവോള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവോള ഇതുപോലെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം. അതുപോലെ സവോള കുറച്ചും കൂടി വാടി വരവും വേണം. ഈ മസാല വഴറ്റുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഈ മസാല കണ്ടല്ലോ, ആ സവോള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ഗരം മസാല പൗഡർ. ഓക്കെ, 3 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാവേ. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി എടുക്കണം. പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇപ്പം തന്നെ കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറിലായിട്ടുണ്ട് ആ മസാല. ഒത്തിരി എണ്ണ കുറച്ച് നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആവശ്യത്തിന് എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 നല്ല പഴുത്ത തക്കാളി കൂടെ
ചേർത്തിട്ട് ഈ തക്കാളി നല്ലോണം ഈ മസാലയിലോട്ട് അങ്ങ് വെന്ത് ചേരണം. ഇതുപോലെ ആയി വരണം. ഇനി ഇതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഉപ്പ് ഇട്ടിട്ടാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. പഞ്ചസാര ഒഴിവാക്കരുത്, മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പൊക്കെ മതി. കാരണം ചിക്കനിൽ നിന്ന് ഇനി വെള്ളം വരത്തില്ല, നമ്മൾ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാനും പിന്നെ കുറച്ചൊരു മസാല വേണമല്ലോ, അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം മസാല വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ഒരു 1/2 കപ്പാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ട് കൊടുക്കാം. പറഞ്ഞ പോലെ വെള്ളം കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഒരു 10 മിനിറ്റ്, 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പാർട്ടി സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല വെച്ച് തന്നെ റെഡിയാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.